വബറകാത്ത്. ജഗത് പരിപാലകനായ സർവ്വലോകരക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ നിയോജകമണ്ഡലം പരിധിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നഗരസഭാ കൗൺസിലർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്നിവർക്കുള്ള സ്വീകരണവും രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവുമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി നേടിയെടുത്തതുപോലെ ഒരു വിജയം ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഐക്യജനാധിപത്യ മുന്നണിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം നിലവിൽ വന്നതിന് ശേഷം 2010 നടന്ന തെരഞ്ഞെടുപ്പിലാണ് കേരളക്കരയിലെ ആകെ ത്രിതല പഞ്ചായത്ത് നഗരസഭ വാർഡുകളുടെ എണ്ണത്തിൽ ഏതാണ്ട് 33% വിജയം നേടാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞത്. എന്നാൽ ഇത്തവണ അത് 55% കടന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കേരളം ഭരിച്ചിരുന്നത് കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഭൂരിപക്ഷവും ഭരിച്ചിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. വാർഡുകൾ, ഡിവിഷനുകൾ വിഭജിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനമാണ്. എന്തിനേറെ പറയണം, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വാർഡ് വിഭജനം സംബന്ധിച്ച് നൽകപ്പെട്ടിരിക്കുന്ന അപ്പീലിന്മേൽ അന്വേഷണം നടത്തി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകൾ നേരത്തെ മുറിച്ച കരടിൽ നിന്ന് ഭിന്നമായപ്പോൾ ജില്ലാ കലക്ടർ നേരിട്ടിടപെട്ട് ആദ്യം മുറിച്ച സെക്രട്ടറിമാരെ കൊണ്ട് വീണ്ടും ഒരു റിപ്പോർട്ട് വാങ്ങിച്ച് ഭരണത്തിന് അനുകൂലമായി, ഇടതുപക്ഷത്തിന് അനുകൂലമായി മുറിച്ചിട്ടുള്ള വാർഡുകളുടെ വിഭജനം അതേപടി നിലനിർത്തിയ ഒരു രാഷ്ട്രീയ ചരിത്രമാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലുണ്ടായിട്ടുള്ളത്. ആ നിലയിൽ പൂർണ്ണമായി രാഷ്ട്രീയ താൽപ്പര്യത്തോടെ വാർഡുകൾ വെട്ടിമുറിച്ച് അത് മഹാഭൂരിപക്ഷം മേഖലകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ ഉതകുന്ന വിധത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തരത്തിലും ജയിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന മേഖലകളിൽ BJPയെ ജയിപ്പിച്ച് ഐക്യജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ ആ വിധത്തിലുള്ള ഒരു വാർഡ് വിഭജനമാണ് ഇക്കഴിഞ്ഞ പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും വാർഡ് വിഭജനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാഞ്ഞങ്ങാട്ടും മജാനൂരിലും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലും കേരളക്കരയിലാകെ നമ്മുടെ അനുഭവം അതാണ്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ വാർഡ് വിഭജനം, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷൻ വിഭജനം സംബന്ധിച്ച് ഈ വിനീതൻ ഉൾപ്പെടെ നൽകിയ അപ്പീൽ പരിശോധിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കൺവീനറായിക്കൊണ്ടുള്ള സമിതി നമ്മുടെ അപ്പീൽ ശരിവെച്ചുകൊണ്ട് നമ്മൾ അപ്പീലിൽ പറയുന്ന വാദങ്ങൾ മുഴുവൻ ന്യായമാണ്. അത് വാർഡ് വിഭജനങ്ങൾ സംബന്ധിച്ച് പാലിക്കപ്പെടേണ്ട മര്യാദകൾ പാലിക്കപ്പെടാത്തത് സംബന്ധിച്ച് ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് അപ്പീലിനനുസരിച്ച് ഈ ഡിവിഷൻ വിഭജനം മാറ്റണമെന്ന് പറഞ്ഞു കൊടുത്ത റിപ്പോർട്ട്, അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ട് പ്രകാരം വാർഡ് വിഭജനം നടത്തണമെന്നതാണ് നിയമം, നാട്ടിലുള്ള സംസ്ഥാനത്തുള്ള നിയമം. പക്ഷേ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം വാർഡ് വിഭജനം നടന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ CPM ഇടപെട്ടപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലാ കലക്ടർ നഗരസഭയുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷൻ വിഭജനം നടത്തിയ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയെ കൊണ്ട് താൻ നേരത്തെ നടത്തിയ വിഭജനത്തെ ന്യായീകരിച്ച് അനേകം പേജുകളുള്ള ഒരു റിപ്പോർട്ട് എഴുതി വാങ്ങിച്ചിട്ട് ആ റിപ്പോർട്ട് പ്രകാരം വാർഡ് വിഭജനം നടത്തിയപ്പോൾ നമ്മുടെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ അതിനെ ചോദ്യം ചെയ്ത് കലക്ടറെ സമീപിച്ചപ്പോൾ കലക്ടർ പറഞ്ഞ മറുപടി മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചതാണ്, എനിക്ക് വേറെ ഒരു രക്ഷയില്ല എന്നായിരുന്നു. ആ നിലയിൽ തീർത്തും രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെ
ഭരിക്കുന്നവർക്ക് ജയിക്കാൻ ഉതകുന്ന വിധത്തിൽ ഈ കേരളക്കരയാകെ ഡിവിഷൻ വിഭജനം നടത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ, കോഴിക്കോട് കോർപ്പറേഷനിൽ, ഭീമാപ്പള്ളി, വിഴിഞ്ഞം, പൂന്തുറ പോലെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ ഒരു ഡിവിഷനിലെ വോട്ടർമാരുടെ എണ്ണം 17,000. എന്നാൽ അവിടെ BJP ഇപ്പോൾ ജയിച്ചിരിക്കുന്ന 8ഓളം ഡിവിഷനുകളിലെ വോട്ടർമാരുടെ എണ്ണം 3,000. എങ്ങനെയാണ് BJP ജയിച്ച ഡിവിഷനുകളിൽ 3,000 വോട്ടുകളും BJPക്ക് ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത UDF ഉറപ്പായും ജയിക്കുമെന്ന് കരുതപ്പെടുന്ന ഡിവിഷനുകളിൽ 17,000 വോട്ടുകളും എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി ഉണ്ടാവില്ല. കോഴിക്കോട് കോർപ്പറേഷനിൽ BJP ജയിച്ച 8 ഡിവിഷനുകൾ, ആ 8 ഡിവിഷനുകളിലെ വോട്ടുകളുടെ എണ്ണം 3,300. എന്നാൽ അവിടെ UDF ജയിച്ചു വരുന്ന വാർഡുകളിൽ, ഡിവിഷനുകളിലെ വോട്ടർമാരുടെ എണ്ണം 16,000-ഉം 15,000-ഉമാണ്. ഈ നിലയിൽ UDFന്റെ ഡിവിഷനുകളിൽ 16,000-ഉം 15,000-ഉം വോട്ടുകൾ നിറച്ച് BJPയുടെ ഡിവിഷനുകളിൽ 3,000 വോട്ടുകൾ ഉണ്ടാക്കി കൊടുത്ത് 3 വാർഡ് ജയിക്കേണ്ട BJPക്ക് 8, 9, 10 വാർഡുകൾ ജയിക്കാൻ ഉതകുന്ന വിധത്തിൽ ഈ വാർഡ് വിഭജനം നടത്തിക്കൊടുത്ത് പിണറായി വിജയന്റെ കയ്യൊപ്പോടുകൂടി വാർഡ് വിഭജനം നടത്തിക്കൊടുത്ത് നടന്ന തെരഞ്ഞെടുപ്പാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലാണ് ഏതാണ്ട് 60% സീറ്റുകളിൽ ഐക്യജനാധിപത്യ മുന്നണി ജയിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വരാൻ പോകുന്ന കേരള നിയമസഭയിൽ 100-ലധികം സീറ്റുകളോടെ ഐക്യജനാധിപത്യ മുന്നണി ജയിച്ചു വരുന്ന കാഴ്ച ഈ കേരളത്തിൽ ഉണ്ടാകും എന്ന കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പേ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കേരളക്കരയിൽ അവർക്കാകെയുള്ള മെമ്പർമാരുടെ എണ്ണം 3,430. അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടിയിൽ ആകെയുള്ള അംഗങ്ങളുടെ എണ്ണം 11,000-ആണ്. 11,000 അംഗങ്ങൾ മാത്രമുള്ള ഒരു വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടിയാണ് ഈ കേരളത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. ആ വെൽഫെയർ പാർട്ടിയാണ് ഈ കേരളത്തെ ഭരിക്കാൻ പോകുന്നത്. ആ വെൽഫെയർ പാർട്ടിയാണ് ഈ കേരളത്തെ സ്വാധീനിക്കുന്നത്. ആ വെൽഫെയർ പാർട്ടിയാണ് കോൺഗ്രസിന് അജണ്ട കൊടുക്കുന്നത്. ആ വെൽഫെയർ പാർട്ടിയാണ് ലീഗിന് അജണ്ട കൊടുക്കുന്നത്. ആ വെൽഫെയർ പാർട്ടിയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തെ ആകെ നിർണ്ണയിക്കുന്നത് എന്ന് പ്രചരണം നടത്തിക്കൊണ്ട് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നമുക്കിത് പരിചയമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ മതനിരപേക്ഷതയുടെ മൊത്തക്കുത്തക അവകാശപ്പെടുന്നവരാണ്. വർഷങ്ങൾക്ക് മുമ്പ് മത്തായി മാഞ്ഞൂരാൻ എന്ന സരസനായ ഒരു MLA കേരള നിയമസഭയിലുണ്ടായിരുന്നു. ആ മത്തായി മാഞ്ഞൂരാൻ ഒരിക്കൽ പറഞ്ഞു അഴിമതിയെക്കുറിച്ച്, അതുപോലെ മതേതരത്വത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഗീർവാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മത്തായി മാഞ്ഞൂരാൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അഴിമതി വിരുദ്ധ പ്രസംഗം കുന്തി ദേവിയുടെ ചാരിത്യ പ്രസംഗം പോലെയാണ്. എന്തുകൊണ്ട്? ഹൈന്ദവ പുരാണത്തിലെ കുന്തി ദേവി അവർക്ക് പാണ്ഡുവിൽ നിന്ന് 5 മക്കളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അവർക്ക് സൂര്യഭഗവാനിൽ നിന്ന് ഒരു മകൻ പിറന്നിരുന്നു, കർണൻ. സൂര്യഭഗവാനിൽ നിന്ന് പിറന്ന മകനാണ് കർണൻ. ആ കർണൻ്റെ അമ്മയാണ് കുന്തി ദേവി. ആ കുന്തി ദേവി ചാരിത്രം പറയുന്നത് പോലെയാണ് ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ചാരിത്രം പറയുന്നത് എന്ന് മത്തായി മാഞ്ഞൂരാൻ നിയമസഭാ രേഖയാണിത്. ആ നിയമസഭയിൽ പ്രസംഗിച്ച പ്രസംഗം പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലത്തും ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാഷാണം വർക്കി എന്ന കഥാപാത്രമുണ്ടല്ലോ, ആ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം. എന്താണ് പാഷാണം വർക്കിയുടെ പ്രത്യേകത? പാഷാണം വർക്കി ഒരു യാചകനാണ്. ആ യാചകൻ്റെ സഞ്ചിയിൽ 3 കണ്ണാടി ചില്ലുണ്ട്. ആ കണ്ണാടി ചില്ല് ഫ്രെയിം. എന്താണ്? ഒരു ഫ്രെയിമിൽ ദുർഗാദേവിയുടെ ചിത്രമാണ്, മറ്റേ ഫ്രെയിമിൽ യേശുദേവൻ്റെ ചിത്രം, 3-ാമത്തെ ഫ്രെയിമിൽ മക്ക മദീനയുടെ ചിത്രം. താൻ എത്തിയതൊരു ഹിന്ദു വീടാണെന്ന് കണ്ടാൽ ഉടനെ ദുർഗാദേവിയുടെ ചിത്രം കാണിച്ചിട്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കുറ്റപ്പെടുത്തി സംസാരിക്കും. താൻ എത്തിയതൊരു മുസ്ലിം വീടാണെങ്കിൽ അവിടെ മക്കയുടെയും മദീനയുടെയും ചിത്രം കാണിച്ചിട്ട് മറ്റു 2 സമുദായങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കും. താൻ എത്തിയതൊരു ക്രിസ്തീയ വീടാണെങ്കിൽ ആ ക്രിസ്തീയ വീടിൽ യേശുദേവൻ്റെയും കന്യാമറിയത്തിൻ്റെയും ചിത്രമുള്ള ഫ്രെയിം കാണിച്ചിട്ട് ബാക്കി 2 സമുദായങ്ങളെ കുറ്റം പറയും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ആരുടെ വോട്ടാണ് കൂടുതൽ പിടിക്കണമെന്ന് തങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, ആ ലക്ഷ്യത്തിന് അനുസൃതമായി മറ്റു സമുദായങ്ങളെ ഇകഴ്ത്തി പറയുക, എന്നിട്ട് വേറെ സമുദായങ്ങളുടെ വികാരത്തെ കുത്തിയിളക്കുക, എന്നിട്ട് ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എക്കാലത്തെയും നിലപാടാണ്.
1987 കേരളക്കര കേട്ടൊരു മുദ്രാവാക്യമുണ്ട്. ലീഗും കേരള കോൺഗ്രസും ഇല്ലാത്ത ഭരണം. EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ആ മുദ്രാവാക്യം ഉയർത്തിയത്. എന്താണ് ലീഗും കോൺഗ്രസും കേരള കോൺഗ്രസും ഇല്ലാത്തൊരു ഭരണം എന്ന് പറയുന്ന ആ ഭാഷയുടെ അർത്ഥതലം എന്താണ്? കൂടുതൽ മുസ്ലിങ്ങൾ അണിചേർന്ന ഒരു പാർട്ടിയാണ് ലീഗ്. കൂടുതൽ ക്രിസ്ത്യാനികൾ അണിചേർന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. മുസ്ലിങ്ങൾ അണിചേർന്ന മുസ്ലിം ലീഗും ക്രിസ്ത്യാനികൾ അണിചേർന്ന കേരള കോൺഗ്രസും ഇല്ലാത്തൊരു ഭരണം ഞങ്ങൾ ഉണ്ടാക്കും എന്നാണ് EMS എന്ന് പ്രഖ്യാപിച്ചത്. അന്ന് 1987 മാർച്ച് 23 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ മാർച്ച് മാസത്തിൽ ഏതോ ഒരു ദിവസം ദേശാഭിമാനി പത്രത്തിലെ ഫ്രണ്ട് പേജിൽ ഒരു മുഖപ്രസംഗം വരുന്നു. സാധാരണ ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ മുഖപ്രസംഗം വരാറില്ല. ഈ മുഖപ്രസംഗം വരുന്നത് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിലാണ്. ആ മുഖപ്രസംഗത്തിൻ്റെ അടിയിൽ ഏലംകുളത്ത് മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന അന്നത്തെ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററുടെ ഒപ്പുണ്ട്. സാധാരണ മുഖപ്രസംഗങ്ങളിൽ എഡിറ്ററുടെ ഒപ്പും ഉണ്ടാകാറില്ല. ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലേക്ക് മുഖപ്രസംഗം വരിക, ആ മുഖപ്രസംഗത്തിൽ ചീഫ് എഡിറ്റർ ഒപ്പുവെക്കുക എന്ന് പറഞ്ഞാൽ അത് ഗൗരവതരമായ ഒരു വിഷയമാണ്. ആ മുഖപ്രസംഗത്തിൽ അന്ന് EMS പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികൾ മത്സരിക്കുന്നു. ഒന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി, മറ്റൊന്ന് ആ ഭരണത്തിൻ്റെ തിന്മകൾക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, മൂന്നാമതൊരു മുന്നണി കൂടി ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ട്. അത് ഹിന്ദു മുന്നണിയാണ്. ഹിന്ദു വോട്ട് ഹിന്ദുക്കൾക്ക് എന്നാണ് ആ മുന്നണി അവകാശപ്പെടുന്നത്. ഞാൻ വിനീതമായി ചോദിക്കട്ടെ, ശരീഅത്ത് മാറ്റരുത് എന്ന് പ്രഖ്യാപിക്കുന്ന, മുല്ല മുഖ്രിമാർക്ക് പെൻഷൻ കൊടുക്കണം എന്ന് വാദിക്കുന്ന മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണിക്കാണോ ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ സാധിക്കുക? പള്ളിയിലെ കപ്പ്യാന്മാർക്കും പാതിരിമാർക്കും പെൻഷൻ കൊടുക്കണമെന്ന് വാദിക്കുന്ന കേരള കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന മുന്നണിക്കാണോ ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ സാധിക്കുക? അതല്ല, അതിനെയെല്ലാം എതിർക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണോ അത് സാധിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ച് വേണം ഹിന്ദു മുന്നണിക്കാർ വോട്ട് ചെയ്യേണ്ടത് എന്നായിരുന്നു ആ മുഖപ്രസംഗത്തിൻ്റെ സാരം. എന്തായിരുന്നു ഫലമെന്നറിയോ? 1,75,000 BJP വോട്ടുകൾ ആ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞു. ആ BJP വോട്ടുകൾ CPM-ന്റെ പാളയത്തിലേക്ക് പോയി. CPM അന്ന് 81 സീറ്റോടുകൂടി കേരളത്തിൽ അധികാരത്തിൽ വന്നു. EK നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ആ തെരഞ്ഞെടുപ്പ്, തൃക്കരിപ്പൂരിൽ നിന്ന് നമ്മുടെ ആലിയസ് കൃഷ്ണനെതിരായി EK നായനാർ മത്സരിച്ച് ജയിച്ച ആ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് ഇന്ന് വരെ കേരളം ഒരുപാട് നറേഷൻസ് കണ്ടു. എന്താണ് നറേഷൻസ്? ഒരിക്കൽ പറഞ്ഞു, കുഞ്ഞുഞ്ഞും കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയും ഭരിക്കുന്ന ഭരണം. എന്താണ് അതിൻ്റെ പ്രത്യേകത? കുഞ്ഞുഞ്ഞ് ജനനം കൊണ്ട് ക്രിസ്ത്യാനിയായവനാണ്, കുഞ്ഞുമാണി ജനനം കൊണ്ട് ക്രിസ്ത്യാനിയായവനാണ്, കുഞ്ഞാലിക്കുട്ടി ജനനം കൊണ്ട് മുസ്ലിമായവനാണ്. കുഞ്ഞുഞ്ഞും കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ കുഞ്ഞുമാണിയും ഭരിക്കുന്ന ഭരണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയും മുസ്ലിമും ഭരിക്കുന്ന ഭരണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ രാജ്യത്തെ ഹിന്ദുക്കളോട് പറയാൻ ശ്രമിച്ചത്. അത് കഴിഞ്ഞ് വേറെ ഒരു നറേഷൻ നമ്മൾ കണ്ടു. എന്താണ് ആ നറേഷൻ? അമീർ ഹസ്സൻ കുഞ്ഞാലിക്കുട്ടി. അമീർ ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ. ഹസ്സനാണ് ആരാണ്? അന്നത്തെ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് MM ഹസ്സൻ. കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ നേതാവ്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഭരണം ഇവിടെ വരാൻ പോകുന്നുവെന്നാണ് അന്ന് ഇവിടെ ദ്യോതിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യം ശ്രമിച്ചത്. ഇതൊരു നറേഷൻ. മറ്റൊരു നറേഷനുണ്ട്. എന്താണ് ആ നറേഷൻ? അത് നമ്മൾ അമേരിക്കയും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തിൽ കണ്ടു. കുവൈറ്റ് യുദ്ധകാലത്ത് അമേരിക്ക ഇറാഖിനെ എതിർക്കുമ്പോൾ ഈ കാഞ്ഞങ്ങാട് വെച്ചാണ്, ആ ഷുക്കൂർ ലോഡ്ജിൻ്റെ മുമ്പിൽ വെച്ച്. ഇപ്പോഴും എൻ്റെ കാതിൽ ആ ശബ്ദം മുഴങ്ങുന്നുണ്ട്. ഞാനന്ന് പ്രസ്റ്റീജ് ഹാർഡ്വെയർസിൽ ജോലി ചെയ്യുകയാണ്. 89-ൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പ്രസംഗം എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. എന്താണ് EMS പറഞ്ഞത്? ഞാൻ സദ്ദാമിനോടൊപ്പമാണ്, കരുണാകരൻ ആരോടൊപ്പമാണ്, ഞാൻ സദ്ദാമിനോടൊപ്പമാണ്, ശിഹാബ് തങ്ങൾ ആരോടൊപ്പമാണ്, ഞാൻ സദ്ദാമിനോടൊപ്പമാണ്, മാണി ആരോടൊപ്പമാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും സദ്ദാമിന് എന്തെങ്കിലും ഗുണമോ ദോഷമോ വരുമോ? ജോർജ് ബുഷിന് എന്തെങ്കിലും ഗുണമോ ദോഷമോ വരുമോ? അന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ജീവിക്കാനും ജീവിപ്പിക്കാനും വേണ്ടി അവിടെ അത്യധ്വാനം ചെയ്യുന്ന ലക്ഷക്കണക്കായ മലയാളികൾ, അവരിൽ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ആ മനുഷ്യന്മാരുടെ മുഴുവൻ താല്പര്യം അന്ന് സദ്ദാമിനോടൊപ്പമല്ല, അന്ന് സദ്ദാമിൻ്റെ കൂടെയാണ്. നമ്മളാകെ നിൽക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാകെ ഇന്ത്യക്കെതിരാകും. അങ്ങനെ ഇന്ത്യക്കെതിരായാൽ
ഉപജീവനത്തിൻ്റെ മാർഗം തേടി ആ മണ്ണിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കായ മനുഷ്യർ അവിടുന്ന് പുറത്താകും. അതുകൊണ്ട് പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് അന്ന് മിഡിലായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് മാത്രമേ സ്വീകരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ അന്ന് സ്വീകരിച്ച നിലപാട്, അമേരിക്കയുടെ നിലപാട് തെറ്റാണ്. എന്നാൽ സദ്ദാം കുവൈത്തിനെ ആക്രമിച്ചതും തെറ്റാണ്. ഈ രണ്ടു തെറ്റുകൾക്കിടയിൽ ഒരു ശരിയുണ്ടാകണം ലോകത്ത് എന്നായിരുന്നു അന്ന് കോൺഗ്രസും ലീഗും പറഞ്ഞത്. പക്ഷേ EMS അതൊന്നും പ്രശ്നമായിരുന്നില്ല. ഗൾഫിൽ പാർക്കുന്ന മലയാളികളാകെ, ഗൾഫിൽ പാർക്കുന്ന ഇന്ത്യക്കാരാകെ അവിടുന്ന് എക്സിറ്റ് അടിച്ച് പുറത്തേക്ക് വന്നാൽ EMS നഷ്ടപ്പെടാനില്ല. EMS തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മതി. സദ്ദാമിൻ്റെ കൂടെ EMS നിന്നു. എന്ത് സംഭവിച്ചു? 14 ജില്ലാ കൗൺസിലിൽ 13 ജില്ലാ കൗൺസിലും അന്ന് ഇടതുപക്ഷം ജയിച്ചു. ഒരു മലപ്പുറം ജില്ലാ കൗൺസിൽ ഒഴികെ ബാക്കി 13 ജില്ലാ കൗൺസിലും ഇടതുപക്ഷം ജയിക്കുന്ന അവസ്ഥയുണ്ടായി. മാറാട് കലാപത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. മാറാട് നമ്മളൊക്കെ മറക്കാൻ ശ്രമിക്കുന്ന ഒരേടാണ്. നമ്മെ എല്ലാവരെയും ദുഃഖിപ്പിച്ച ഒരു കനലാണ്. മലയാളക്കരയുടെ മനസ്സ് നമ്മുടെ ഭൂതകാലവും നമ്മുടെ വർത്തമാനവും നമ്മുടെ ഭാവിയും ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ ബുദ്ധനെന്നോ ജൈനനെന്നോ പാർസിയെന്നോ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ഒരമ്മ വെച്ച മക്കളെ പോലെ കഴിഞ്ഞുകൂടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മണ്ണാണ് കേരളം. ഈ കേരളത്തിൻ്റെ മാറിടത്തിലാണ് മലപ്പുറം ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രം കൊത്തിവെക്കപ്പെട്ടിരിക്കുന്നത്. അമ്പലത്തിൻ്റെ കവാടത്തിൽ, ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ. എങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേര്, ചിത്രം കൊത്തിവെക്കപ്പെടുന്നത്? തങ്ങളുടെ ദൈവത്തെ എങ്ങനെ ആരാധിക്കുന്നുവോ, തങ്ങളുടെ ദൈവസങ്കല്പത്തെ എങ്ങനെ കാണുന്നുവോ അപ്രകാരം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാണാനുള്ള ഒരു മനസ്സ് മലപ്പുറം ജില്ലയിലുള്ള ഹൈന്ദവ ഭക്തന്മാർക്കുണ്ടായതുകൊണ്ടാണ് അവരവരുടെ അമ്പലത്തിൻ്റെ കവാടത്തിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രം കൊത്തിവെച്ചത്. ഇപ്പോഴുമുണ്ട് കൊല്ലം ജില്ലയിലെ ഒരു ക്ഷേത്രം. ആ ക്ഷേത്രം അത് ആചാരപ്രകാരം നോക്കി നടത്തേണ്ടത് ആ നാട്ടിലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ 365 ദിവസവും ആ ക്ഷേത്രത്തിനകത്താണ്. ഓരോ ദിവസവും 5 നേരം ആ ചെറുപ്പക്കാരൻ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങും. എന്തിനാണെന്നറിയോ? അവൻ്റെ പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോൾ അവൻ വിശ്വസിക്കുന്ന ഏകനായ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാൻ, ഏകനായ അള്ളാഹുവിന് വേണ്ടി 5 നേരവും വാങ്ക് വിളിക്കുമ്പോൾ ആ വാങ്ക് വിളിക്ക് ഉത്തരം പറഞ്ഞ് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക്, തൊട്ടടുത്ത പള്ളിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ ചെറുപ്പക്കാരൻ പക്ഷേ 365 ദിവസവും ഈ ക്ഷേത്രത്തിനകത്താണ്. ആ ക്ഷേത്രത്തെ നോക്കി പരിപാലിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ്റെ പണി. കൊല്ലം ജില്ലയിലാണ് ആ ക്ഷേത്രം. ഇതാണ് കേരളം. ആ കേരളത്തിൽ മാറാട് സംഭവിച്ചു. മാറാടിനെ കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചല്ലോ. ആ കമ്മീഷൻ എന്താ പറഞ്ഞത്? ആ കമ്മീഷൻ പറഞ്ഞത് മാറാടെന്ന് പറയുന്ന പ്രദേശം നടുവട്ടത്തിൻ്റെ, പയ്യോളിയുടെ, അതുപോലെ ബേപ്പൂരിൻ്റെ ഒക്കെ മേഖലകൾ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൻ്റെ പിറവിക്ക് മുമ്പും ശേഷവും വർഗീയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ട് മാറാട് മേഖല, അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ മാനസികമായി അകൽച്ചയുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അവിടുത്തെ ഹിന്ദുക്കൾ RSSും അവിടുത്തെ മുസ്ലിങ്ങൾ CPMുമായിരുന്നു. CPMും മുസ്ലിങ്ങൾ CPMും ഹിന്ദുക്കൾ RSSുമായിരുന്നു. അവിടെ 2000 ആണ്ടിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ കലാപം നടന്ന മാറാട് ഉൾക്കൊള്ളുന്ന വാർഡിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി മൊയ്തീൻ കോയ 737 വോട്ടുകൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VKC മുഹമ്മദ് കോയ എന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ, കേരള വഖഫ് ബോർഡ് മെമ്പർ MC മാഹിൻ ഹാജി ആ മാറാട് മേഖലയിൽ നിന്നാകെ 1100 വോട്ട് ലീഡ് ചെയ്തു. 2000-ലും 2001-ലും നടന്ന സംഗതിയാണ്. അവിടെയാണ് 2002 ജനുവരി 1 അല്ലെങ്കിൽ ഡിസംബർ 31 ന്യൂ ഇയറിന് വേണ്ടി മാറാട് കടപ്പുറത്ത് തടിച്ചുകൂടിയ മഹാജനസഞ്ചയം അവരാഘോഷ പരിപാടികളിൽ മുഴുകിയിരിക്കുമ്പോൾ പെട്ടെന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത്. ആ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട് അവിടെ ഏതോ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഏതോ ഒരാൺകുട്ടി പിടിച്ചു പോയത്രേ. നിർഭാഗ്യത്തിന് പെൺകുട്ടിയുടെയും പിടിക്കപ്പെട്ട ആൺകുട്ടിയുടെയും മതങ്ങൾ വെവ്വേറെയായിപ്പോയി.
കശപിശയായി, സംഘർഷത്തിലേക്ക് കടന്നു. പക്ഷേ ആ നാട് വിട്ടില്ല. അവിടുത്തെ അരയ സമാജത്തിൻ്റെ ആളുകൾ, അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ ആളുകൾ, അവിടുത്തെ മസ്ജിദ് മദ്രസ കമ്മിറ്റികളുടെ ആളുകൾ, അവർ പിറ്റേന്ന് മദ്രസയിൽ ഒരു ചർച്ച വെച്ചു. ആ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിച്ചു. പരിഹരിച്ച് ഇനി ഒരു മുറിവും ഉണ്ടാകാൻ പാടില്ല എന്നവിടെ വെച്ച് പ്രഖ്യാപിച്ചു. പക്ഷേ 3-ാം തീയതിയോ 4-ാം തീയതിയോ അവിടെ ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും, ആദ്യം ആര് കൊല്ലപ്പെട്ടു എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, കൊല്ലപ്പെട്ട ഞങ്ങൾ, ഹിന്ദുവിന് രാഷ്ട്രീയമുണ്ട്, അത് BJPയുടെ രാഷ്ട്രീയമാണ്. മുസൽമാന് രാഷ്ട്രീയമുണ്ട്, അത് CPMന്റെ രാഷ്ട്രീയമാണ്, അല്ലാതെ ലീഗിൻ്റെ രാഷ്ട്രീയമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമല്ല. ആ രണ്ടുപേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ഹിന്ദുവിൻ്റെ മൃതദേഹം ഹൈന്ദവ സമൂഹം അവരുടെ കുടുംബങ്ങളിൽ സംസ്കരിക്കാൻ കൊണ്ടുപോയി. മുസ്ലിമിൻ്റെ മൃതദേഹം അവർ പള്ളിയിൽ സംസ്കരിക്കാൻ കൊണ്ടുപോയി. പള്ളിയിൽ സംസ്കരിച്ച് തിരിച്ചു വരുമ്പോൾ CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം അബൂബക്കർ എന്ന് പറയുന്ന സഖാവിനെ അക്രമികൾ കൊന്നു. CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം, ആലോചിക്കണം നിങ്ങൾ, CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തെ അക്രമികൾ കൊന്നു, അബൂബക്കറിനെ. കൃത്യം 1 വർഷം പൂർത്തിയാകുന്ന ദിവസം അബൂബക്കറിൻ്റെ മകൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരക്രമത്തിൽ 8 or 9 മനുഷ്യന്മാർ മാറാട് കടപ്പുറത്ത് കൊല്ലപ്പെടുന്നു. കൂടുതൽ ആളുകൾ ഹിന്ദുക്കൾ, ഒരാൾ മുസ്ലിം. ആ കൊലപാതകം നടന്ന ഉടനെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്: ഇത് മനുഷ്യത്വത്തിൻ്റെ കൊലയാണ്, ഇത് മനുഷ്യത്വത്തിൻ്റെ കൊലയാണ്, ഇത് മാനവികതയുടെ കൊലയാണ്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കാരണം കൂടാതെ നിങ്ങളൊരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തെ മുഴുവൻ കൊന്ന കൊലയാളിയാണ് എന്നത് ഖുർആനിൻ്റെ കൽപ്പനയാണ്. ആ ഖുർആനിൻ്റെ നന്മയുടെ കൽപ്പനയനുസരിച്ച് ജീവിക്കുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞു, ഇത് മാനവികതയുടെ കൊലയാണ്. ആ കൊലയാളിയെ കേരളത്തിലെ ഒരൊറ്റ മുസ്ലിം സംഘടനയും ന്യായീകരിച്ചില്ല. ആ കൊലപാതകത്തിന് ഒരു ന്യായീകരണ കഥയും ഇവിടുത്തെ ഒരു മുസ്ലിമും എഴുതിയില്ല. കമ്മ്യൂണിസ്റ്റുകാരനായ ഏരിയാസ് കമ്മിറ്റി മെമ്പർ അബൂബക്കറിൻ്റെ മകൻ ആസൂത്രണം ചെയ്ത കൊല, ആ കൊലപാതകവുമായി നടന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 87 പേർ CPMകാർ, 74 പേർ മുസ്ലിം ലീഗുകാർ, 14 പേർ INLകാർ, 10-21 ആളുകൾ NDFകാർ, 273 ആളുകൾ RSS BJPയിൽപ്പെട്ട ആളുകൾ. അന്നത്തെ ആ സംഘർഷത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ രാഷ്ട്രീയം അതാണ് അവിടെ നടന്നത്. നടന്നപ്പോൾ സ്വാഭാവികമായും 8 മനുഷ്യന്മാർ ഒരു സമുദായത്തിൽ നിന്ന് ഒരു കടപ്പുറത്ത് കൊല്ലപ്പെട്ടാൽ ആ സമുദായത്തിന് വികാരമുണ്ടാകും. അവർക്ക് വികാരമുണ്ടായി. അവരവിടെ പാർക്കുന്ന മുസ്ലിങ്ങളുടെ വീടുകൾ ആക്രമിച്ചു. ആ വീടുകൾ ആക്രമിച്ച് മുസ്ലിങ്ങൾക്ക് അവിടെ പാർക്കാൻ കഴിയാതായി. ആ പാർക്കാൻ കഴിയാത്ത ആളുകളെ കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, AK ആന്റണിയുടെ ഗവൺമെൻറ് അവിടെ പുനരധിവാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് അവിടെ പാർപ്പിച്ചു. പിറ്റേന്ന് മുതൽ CPMന്റെ സമരം തുടങ്ങി. എന്താ സമരം? ആന്റണിയും ഗവൺമെൻറ്റും RSSന് കീഴടങ്ങിയിരിക്കുന്നു. മാറാട് നിന്ന് അഭയാർത്ഥികൾ പോയ 3000 ആളുകളെ പുനരധിവസിപ്പിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിയില്ല. എന്തുകൊണ്ട്? ഈ ഗവൺമെൻറ് RSSന് കീഴടങ്ങുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരരംഗത്തേക്ക് CPM പാർട്ടി രംഗത്ത് വരുന്നു. ആ സമരത്തിൽ ഈ കേരളക്കരയിലെ വികാര തീവ്രത ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയം നടത്തുന്ന പല പാർട്ടികളും ആ സമരത്തിൽ അണിചേർന്നു. INL ഉണ്ടായി, PDP ഉണ്ടായി, അന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന പലരും ഉണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യമം അതിന് എരിവും പുളിയും നൽകുന്ന രൂപത്തിൽ, ആ സമരത്തിന് എരിവും പുളിയും നൽകുന്ന രൂപത്തിൽ നീങ്ങി. എന്തായിരുന്നു ഫലം? മുസ്ലിം ലീഗ് പറഞ്ഞു, ഇത് മുസ്ലിം ലീഗ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പണ്ടൊരു ജഡ്ജിൻ്റെ മുമ്പിലെത്തിയ 2 സ്ത്രീകൾ ഒരു കുഞ്ഞിന് അവകാശം പറഞ്ഞു വന്നപ്പോൾ ആ ജഡ്ജ് വാദമുഖങ്ങൾ കേട്ടിട്ട് വ്യാജ അവകാശവാദവുമായി കടന്നു വന്ന അമ്മക്ക് ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അല്ല, ജഡ്ജി പറഞ്ഞു, എനിക്ക് ആരുടേതാണ് ഈ കുഞ്ഞെന്ന് ബോധ്യം വരുന്നില്ല നിങ്ങളുടെ വാദം കേട്ടിട്ട്. അതുകൊണ്ട് എൻ്റെ മുന്നിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ഞാൻ ഈ കുഞ്ഞിനെ നടുക മുറിക്കുകയാണ്. എന്നിട്ട് ഒരു കഷ്ണം ഒരമ്മക്ക്, മറ്റേ കഷ്ണം മറ്റേ അമ്മക്ക് കൊടുക്കുകയാണ്.
അപ്പോ വ്യാജ അവകാശവാദവുമായി കടന്നു വന്ന അമ്മ പറഞ്ഞു, മതി, എനിക്കൊരു കഷ്ണം മതി. പക്ഷേ ഈ കുഞ്ഞിനെ പെറ്റ അമ്മയുണ്ടല്ലോ, ഈ കുഞ്ഞിനെ നൊന്തുപെറ്റ മാതാവുണ്ടല്ലോ, 10 മാസം ആ ഗർഭത്തിൻ്റെ ദീനതകളും വേദനകളും വിഷമങ്ങളും സഹിച്ച ഉമ്മയുണ്ടല്ലോ, ശങ്കരൻ പാടിയതുപോലെ നൈരുച്യം തരു ശോഷണം മലമായി ശയ്യാച്ച സംവത്സരങ്ങളോളം മലമൂത്ര വിസർജനാദികളാകുന്ന ശയ്യയിൽ ഈ കുഞ്ഞിനോടൊത്ത് ശയിച്ച ആ അമ്മയുണ്ടല്ലോ, ആ അമ്മ പറഞ്ഞു, അതെൻ്റെ കുഞ്ഞല്ല, അത് അവളുടേതാണ്, അത് അവൾക്ക് കൊടുത്തേക്കുക. ജഡ്ജിക്ക് മനസ്സിലായി മാതൃത്വത്തിൻ്റെ നോവ്, ജഡ്ജിക്ക് മനസ്സിലായി മാതൃത്വത്തിൻ്റെ വേദന. ആ വേദനയിൽ ജഡ്ജ് അവസാനം ന്യായം വിധിച്ചു. അന്ന് മുസ്ലിം ലീഗ് അനുഭവിച്ചത് അത്തരമൊരു ധർമ്മസങ്കടമാണ്. 8 പേർ കൊല്ലപ്പെട്ട ഒരു സമുദായത്തിൻ്റെ ദുഃഖം ഒരു ഭാഗത്ത്, നിരപരാധികളാണെങ്കിലും ആട്ടി ഓടിക്കപ്പെട്ടു പോയ ഒരു സമൂഹത്തിൻ്റെ ദുഃഖം മറ്റൊരു ഭാഗത്ത്. ആ മനുഷ്യർക്ക് വേദനയില്ലാതെ അവരുടെ വേദന ശമിപ്പിച്ച് എങ്ങനെ ഈ കുടിയൊഴിഞ്ഞു പോയ മനുഷ്യരെ അവിടെ തിരിച്ചു കൊണ്ടുവരാം എന്നായിരുന്നു അന്ന് മുസ്ലിം ലീഗിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ചിന്ത. 1 വർഷമെടുത്തു ആ യത്നത്തിന്. ഗാന്ധിയൻ സംഘടനകൾ ഉൾപ്പെടെ പലരും രംഗത്ത് വന്ന്, ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന ഗാന്ധിയൻ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പലരും രംഗത്ത് വന്ന് മാറാട്ട ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും എല്ലാം ഒറ്റക്കൊറ്റക്ക് കണ്ട് സംസാരിച്ചു, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഈ 3000 ആളുകൾ തിരിച്ചു കൊണ്ടുവന്നൊരു ദിവസമുണ്ട്. ആ ദിവസം മാറാട്ട ആഘോഷമായിരുന്നു. അവിടെ മുസ്ലിം കുടുംബങ്ങളിലേക്ക് തിരിച്ചു വന്ന മുസ്ലിം സ്ത്രീകൾ അരി വേവിക്കാൻ പാത്രമില്ലാതെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ മുക്കുവ സമുദായത്തിൽപ്പെട്ട, മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട, അരയ സമുദായത്തിൽപ്പെട്ട അയൽക്കാർ തങ്ങളുടെ വീട്ടിൽ നിന്ന് പാത്രവും അരിയും വിറകും കൊണ്ടുപോയി കൊടുത്ത് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറഞ്ഞ ചിത്രം സൂര്യ TV കാണിച്ചു, ഏഷ്യാനെറ്റ് കാണിച്ചു, മറ്റു ചാനലുകൾ കാണിച്ചു. പക്ഷേ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ മതേതരത്വം അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ചാനലുണ്ടല്ലോ, കൈരളി, ആ കൈരളി ഒരു ചിത്രം കാണിച്ചു. ആ ചിത്രം എന്ന് പറയുന്നത് തൻ്റെ 2 ബന്ധുക്കൾ മരിച്ചുപോയ ഒരു മുക്കുവ സ്ത്രീ. അയൽപ്പക്കത്ത് ഈ മുസ്ലിം കുടുംബം വന്ന് കണ്ടപ്പോൾ ആ വേദന കൊണ്ട് ആ ഒരു മുസ്ലിം സ്ത്രീയോട് എന്തോ ഒന്ന് കയർത്തുപോയി. ആ കയർക്കുന്ന വീഡിയോയാണ് 2 ദിവസം കൈരളി ചാനൽ കാണിച്ചത്. മാറാടിൻ്റെ മുറി ഉണങ്ങുന്നില്ല, മാറാടിൻ്റെ മുറി ഉണങ്ങുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഹിന്ദുക്കളെ, മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, മനുഷ്യരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ഒരു നാട് അനുഭവിച്ച വേദനയെ, ഒരു നാട് അനുഭവിച്ച വ്യഥയെ, ഒരു നാട് അനുഭവിച്ച പ്രയാസത്തെ, ആ പ്രയാസത്തിൻ്റെ അംശങ്ങളെ കീറി മുറിച്ച് അവിടെ ശാശ്വതമായൊരു ശാന്തി ഉണ്ടാക്കാൻ, സമാധാനമുണ്ടാക്കാൻ ഒരു ഭരണകൂടം ശ്രമിക്കുമ്പോൾ ആ ഭരണകൂടത്തിനെതിരെ ഈ സമുദായങ്ങൾക്കിടയിലുള്ള ശത്രുത കനല് കത്തിച്ചു നിർത്തിയിട്ട് എങ്ങനെ അധികാരത്തിൽ തങ്ങൾക്ക് അധികാരം നേടിയെടുക്കാമെന്ന് ചിന്തിച്ച പാർട്ടിയായിരുന്നു CPM. നേട്ടം കൊയ്തല്ലോ അവർ. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയായ മഞ്ചേരിയിൽ KPA മജീദ് സാഹിബിനെ തോൽപ്പിച്ച് TK ഹംസ, നമ്മുടെ മാപ്പ് പറഞ്ഞ മന്ത്രി ഉണ്ടല്ലോ, മാപ്പ് പറഞ്ഞ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതുപോലെ മജീദ് തോറ്റപ്പോൾ ജയിച്ചത് രാമനല്ല, കുഞ്ഞിരാമനല്ല, നാരായണനല്ല, മാത്യു അല്ല, തോമസ് അല്ല. മജീദ് തോറ്റപ്പോൾ ജയിച്ചത് ഹംസയാണ്. മലപ്പുറത്ത് ജയിച്ചവരുടെ മതം നോക്കൂ എന്ന് പറയുന്നവർക്കും ധൈര്യമുണ്ടായിരുന്നില്ല വേറൊരു മതവിശ്വാസിയെ അവിടെ മത്സരിപ്പിക്കാൻ. അറിയണം നിങ്ങൾ, TK ഹംസ ജയിച്ചു. 2006 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി തോറ്റു, ഞങ്ങളുടെ KPA മജീദ്, ഞങ്ങളുടെ മുനീർ തോറ്റു, ഞങ്ങളുടെ ET മുഹമ്മദ് ബഷീർ തോറ്റു, ഞങ്ങളുടെ ചെർക്കളം തോറ്റു. ഞങ്ങൾക്ക് ചരിത്രത്തിലാദ്യമായി 57 ശേഷം ചരിത്രത്തിലാദ്യമായി ഞങ്ങളുടെ നിയമസഭാ പാർട്ടിയുടെ അംഗബലം 8 ചുരുങ്ങി. CT അഹമ്മദ് അലി സാഹിബ് അന്ന് മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ പാർട്ടി ലീഡറാകുന്ന ബക്കർ നിയമസഭാ പാർട്ടി ലീഡറാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. ഞാൻ പറയുന്നത്, ആ മാറാട് 22 കൊല്ലം കഴിഞ്ഞു, 23 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ മാറാട്ട് തെരുവിലെ മനുഷ്യരുടെ മനസ്സിൽ ആ വിഷയത്തിന്റെ കനലില്ല. അവര് ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ആ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിലേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ വള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മിനിറ്റിന് നാവും കാലും നെഞ്ഞും മാറുന്ന
അവസരവാദത്തിന് കയ്യും കാലും മൂക്കും കണ്ണും ചെവിയും വെച്ചാൽ അതാരാകുമെന്ന് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളി നടേശനാകുമെന്ന് ബുദ്ധിയുള്ള ഏതു മനുഷ്യനും വിളിച്ചു പറയുന്ന ഒരു വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന പേക്കോലത്തെ കെട്ടി എഴുന്നള്ളിച്ച് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കാറിൽ കൊണ്ട് നടന്ന് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകത്വ കസേര ഇട്ടുകൊടുത്ത് ആ വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിച്ചു. UDF ജയിച്ചാൽ ഇവിടെ വീണ്ടും മാറാടുണ്ടാകും. AK ബാലൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രസ്താവനയെ എൻഡോസ് ചെയ്തു. UDF ജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ആഭ്യന്തരമന്ത്രിയാകും, ഇവിടെ മാറാട് കലാപം നടക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊരു നെറികെട്ട രാഷ്ട്രീയമാണിത്, എന്തൊരു നീചമായ രാഷ്ട്രീയമാണിത്. പുണ്ണിന് ഈച്ചയ്ക്കെന്നും കൗതുകം പുണ്ണാണെന്ന് പറയാറുണ്ട്. മുറിവ് ഉണങ്ങുമ്പോഴല്ല, ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന മുറിവിനെ മാന്തി പുണ്ണാക്കി ചലവും ചോരയും ഒലിക്കുമ്പോഴാണ് ഈച്ചക്ക് കൗതുകമെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ആ ചോര കൗതുകമാകുന്ന ഈച്ചയായി CPM പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന ഗതികെട്ട കാഴ്ചയാണ്, ദുഃഖകരമായ കാഴ്ചയാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഒരു മന്ത്രി വന്ന് പറഞ്ഞത്, മലപ്പുറത്തെ മെമ്പർമാരെ നോക്കൂ, കാസർകോട്ടെ മെമ്പർമാരെ നോക്കൂ, അവരുടെ പേര് വായിച്ചാൽ മതി. ആരായി പറയുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1994 അന്നാണ് 92 ബാബരി മസ്ജിദ് സംഘപരിവാരം തച്ചു തകർത്ത് താഴെയിട്ടപ്പോ ആ വികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന് ബദലായി രാഷ്ട്രീയ ചിന്തകളും പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്ന കാലം. ആ കാലത്താണ് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയൊക്കെ ആയിരുന്ന, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന, ബോംബെയിൽ പത്രപ്രവർത്തകനായി പ്രവർത്തിക്കുമ്പോൾ CH കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് കേരളത്തിലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന ബീരാൻ സാഹിബ് INL സംസ്ഥാന അധ്യക്ഷൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. കോട്ടക്കൽ നിയമസഭാ മണ്ഡലം ഒഴിഞ്ഞു, അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോഴേക്കാണ് K കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത്. ആ AK ആന്റണിക്ക് മത്സരിക്കാൻ ഒരു മണ്ഡലം വേണം. കോൺഗ്രസിൽ നിന്ന് ആര് വേണമെങ്കിലും രാജിവെച്ച് മഹാഭൂരിപക്ഷം ക്രിസ്ത്യാനികളുള്ള ഒരു മണ്ഡലം ആന്റണിക്ക് വേണ്ടി വിട്ടുകൊടുക്കും. ആന്റണിക്ക് അവിടെ മത്സരിക്കാൻ കഴിയും. പക്ഷേ മലയാളക്കരയുടെ മതനിരപേക്ഷതയിൽ വിശ്വാസമുള്ള, മലപ്പുറത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിൽ വിശ്വാസമുള്ള, ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗചിന്തകളുടെയോ ഭേദങ്ങളില്ലാതെ മനുഷ്യനെ ഒന്നായി കാണാൻ കഴിയുന്ന ഒരു ചിന്തയാണ് മലപ്പുറത്തിൻ്റെ മണ്ണിനെ മഥിക്കുന്നത് എന്ന ബോധ്യമുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം ആന്റണിയോട് പറഞ്ഞു, അങ്ങേക്ക് തിരൂരങ്ങാടിയിൽ മത്സരിക്കാം. അന്ന് തിരൂരങ്ങാടിയിലെ വോട്ടർ പട്ടിക ഞാൻ പരിശോധിച്ചതാണ്. ഞാൻ ആ തെരഞ്ഞെടുപ്പ് രംഗത്തൊരു മാസത്തോളം മലപ്പുറത്തുണ്ടായതാണ്. അന്ന് തിരൂരങ്ങാടിയിലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ 174 ക്രിസ്ത്യൻ വോട്ടാണ് തിരൂരങ്ങാടിയുടെ വോട്ടർ പട്ടികയിലുള്ളത്. അവിടെയാണ് AK ആന്റണി എന്ന് പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽ പിറന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ നേതാവിനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കാൻ കൊണ്ടുവരുന്നത്. ആ AK ആന്റണിക്കെതിരെ സ്ഥാനാർത്ഥിയാക്കാൻ മലപ്പുറത്ത് TK ഹംസ പോരാ, അയാൾക്ക് മുസ്ലിം ഐഡൻറ്റിറ്റിയിൽ പ്യൂരിറ്റി ഇല്ല എന്ന് തീരുമാനിച്ച മാർക്സിസ്റ്റ് പാർട്ടി. സെയ്താലിക്കുട്ടി മാഷ് പോരാ, അയാൾക്ക് പ്യൂരിറ്റി കുറവാണ് എന്ന് തീരുമാനിച്ച മാർക്സിസ്റ്റ് പാർട്ടി AK ആന്റണിക്കെതിരെ മത്സരിക്കാൻ എറണാകുളത്ത് നിന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ NA കരീം എന്ന് പറയുന്ന അടിയുറച്ച മുസ്ലിമിനെ കൊണ്ടുവന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു തിരുവരങ്ങാടിയിൽ. 18,460 വോട്ടുകൾക്കായിരുന്നു ബീരാൻ സാഹിബ് മുസ്ലിം ലീഗിൻ്റെ ബാനറിൽ ഏണി ചിഹ്നത്തിൽ നേരത്തെ അവിടെ ജയിച്ചിരുന്നത്. ആ സീറ്റിൽ 14,460 വോട്ട് INL പിടിച്ചു. 13,000-ൽ പരം വോട്ട് PDP പിടിച്ചു. ഇതെല്ലാം മുസ്ലിം വോട്ടിൽ നിന്ന് പോകേണ്ട വോട്ടുകളാണ്. 14, 13, 27, 28,000 വോട്ടുകളും വഴിമാറിപ്പോയി. എന്നിട്ടും AK ആന്റണി എന്ന് പറയുന്ന മനുഷ്യനെ 22,032 വോട്ടുകൾക്ക് ജയിപ്പിച്ച പാരമ്പര്യമാണ് മിസ്റ്റർ ചൊറിയാൻ മലപ്പുറം എന്ന് പറയുന്ന ജില്ലക്കുള്ളത്. ആ ജില്ലയിൽ ജയിച്ചു വന്നവൻ്റെ പേര് നോക്കി
അവൻ്റെ ജാതി നോക്കി, അവൻ്റെ മതം നോക്കി ആ ജില്ലയുടെ സ്വഭാവത്തെ അളക്കാൻ നീ ആയിട്ടില്ല. നിന്റെ ആലപ്പുഴത്തെ പട്ടിക ഒന്ന് എടുത്തു നോക്കൂ. ആലപ്പുഴയിൽ 19 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ഒരൊറ്റ മുസ്ലിമേ ഉള്ളൂ. ഞാൻ മതത്തിൻ്റെ കണക്ക് പറയല്ല, ഞാനൊട്ടത് ഇഷ്ടപ്പെടുന്നില്ല. മതമല്ല ജനാധിപത്യത്തെ നിർണ്ണയിക്കേണ്ടത്. മതം നോക്കിയല്ല സ്ഥാനാർത്ഥി വിലയിരുത്തപ്പെടേണ്ടത്. മതം നോക്കിയല്ല നിലപാടുകൾ സ്വീകരിക്കപ്പെടേണ്ടത്. മത്സരിക്കുന്ന മനുഷ്യൻ, അയാൾ ഉയർത്തിപ്പിടിക്കുന്ന നയം, അയാൾ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാട്, അതാണ് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത്. ബഹുമാന്യ ഷാജി എത്തി. ഇനി ഞാൻ ഒട്ടും പ്രസംഗിക്കുന്നത് നല്ലതല്ല, പക്ഷേ ഷാജിയോടൊരു അഭ്യർത്ഥനയുള്ളത്, ഞങ്ങൾ ഒരുപാട് ഒരുക്കപ്പാടുകളൊക്കെ നടത്തിയ പൊതുയോഗമാണ്. മഗ്‌രിബോടുകൂടി പ്രസംഗം അവസാനിപ്പിക്കാതെ മഗ്‌രിബ് കഴിഞ്ഞും പ്രസംഗം തുടരുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ ക്രമീകരിക്കണം എന്നൊരപേക്ഷ ബഹുമാന്യനായ ഷാജിയുടെ മുമ്പാകെ ഞാൻ ഈ സന്ദർഭത്തിൽ വെക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കോട്ടയം ജില്ല ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ജില്ലാ പഞ്ചായത്ത് ലിസ്റ്റാണ് അവിടെ ഉള്ളത്. ഞങ്ങളാരും പരാതി പറയുന്നില്ല, ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങളത് നോക്കാറില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയത്തെ മറച്ചു പിടിക്കാനോ അല്ലെങ്കിൽ പുതിയ വിജയത്തിൻ്റെ പാന്താവുകൾ തേടാനോ വർഗീയതയാണ് നിങ്ങൾ ആയുധമാക്കുന്നതെങ്കിൽ ആ വർഗീയതയിൽ നിങ്ങൾ കുഴിക്കുന്ന കുഴിയുണ്ടല്ലോ, ആ കുഴിയിൽ ഇനി ഒരിക്കലും കേരളത്തിൽ തിരിച്ചു വരാനാവാത്ത വിധം നിങ്ങളെ കബറടക്കാൻ, ശവമടക്കാൻ, നിങ്ങളെ സെമിത്തേരിയിലടക്കാൻ മലയാളക്കര തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് മലയാളക്കരയുടെ മനസ്സാക്ഷി ഇന്ന് വാചാലമായി വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഷാജിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ടാകും. ഷാജിയെക്കുറിച്ചും ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. മതമല്ല പ്രശ്നം എന്ന് CPM-കാർ പാടിയപ്പോൾ മതമാണ് പ്രശ്നം എന്ന് ഷാജി പറഞ്ഞു പോയത്രേ. അത് വർഗീയതയാണത്രേ. ഷാജി പറഞ്ഞത് മുസൽമാൻ ഹിന്ദുവാണ് പ്രശ്നം എന്നല്ല, മുസൽമാൻ ക്രിസ്ത്യാനിയാണ് പ്രശ്നം എന്നല്ല. മുസൽമാൻ അവൻ്റെ മതം പ്രശ്നമാണ്, ഹിന്ദുവൻ അവൻ്റെ മതം പ്രശ്നമാണ്, ക്രിസ്ത്യാനിക്ക് അവൻ്റെ മതം പ്രശ്നമാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുന്ന ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് അവനവൻ്റെ മതത്തെ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യത്തെ ഏതെങ്കിലും ഒരു ഭരണകൂടം തടുക്കാൻ വന്നാൽ അതിനെ നേരിടും എന്നതാണ് ഷാജി പറഞ്ഞത്. അത് വർഗീയതയാണ് എന്നാണ് നിങ്ങളുടെ ആരോപണമെങ്കിൽ, ഇന്നലെ വരെ ഒരു ഷാജി മാത്രമാണത് പറഞ്ഞതെങ്കിൽ ഇന്നു മുതൽ ആയിരക്കണക്കിന് ഷാജിമാർ ആ വർത്തമാനം പറയും എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ബാക്കി വിശദാംശങ്ങളൊക്കെ ബഹുമാന്യനായ ഷാജി സാഹിബ് നിങ്ങളുടെ മുമ്പാകെ സംസാരിക്കും. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് നൽകുന്ന സ്വീകരണം, അവർക്കൊക്കെ തന്നെ ഏറ്റവും മാതൃകായോഗ്യരായ ജനപ്രതിനിധി. ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ആണിൻ്റെ വാർഡ് പെണ്ണായി, പെണ്ണിൻ്റെ വാർഡ് ആണായി. അതുകൊണ്ട് ആണിന് മത്സരിക്കാൻ പറ്റാത്ത വാർഡ് ഉണ്ടായി, പെണ്ണിനെ മത്സരിച്ച് തീർച്ചയായും ഒരു പുരുഷന് വിട്ടുകൊടുക്കേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. പല വോട്ടർമാരും ചോദിച്ചത്, എന്തേ അന്നത്തെ ആ മെമ്പറെ നിങ്ങൾ മത്സരിപ്പിക്കാത്തത്, എന്തേ ഇവനെ മത്സരിപ്പിക്കാത്തത് എന്ന് പറഞ്ഞാൽ, ലീഗിൻ്റെ ഒരു മെമ്പർ 5 കൊല്ലം പ്രതിനിധാനം ചെയ്താൽ ആ നാട് ആഗ്രഹിക്കുകയാണ് ലോകാവസാനം വരെ ആ മെമ്പർ വേണം എന്നത്. അതാണ് ലീഗിൻ്റെ ഭൂതകാലം. പുതിയ മെമ്പർമാരെ ആ ഭൂതകാലത്തിന് തനിയാവർത്തനമുണ്ടാക്കാൻ, അതിനേക്കാൾ നിങ്ങളെ ജനങ്ങൾ ഓർക്കാൻ, നിങ്ങളെ ജനങ്ങൾ തേടി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാക്കണം. ഒന്നുറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗ് ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്, CPM ഉണ്ടായിട്ടുണ്ട്, BJP ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള 5 കൊല്ലം നിങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ ഉണ്ടാകാൻ പാടുള്ളൂ. ലീഗുകാരൻ, കോൺഗ്രസ്സുകാരൻ, BJP-ക്കാരൻ, മാർക്സിസ്റ്റുകാരൻ, പാർട്ടിയുള്ളവൻ, പാർട്ടിയില്ലാത്തവൻ, അതൊന്നും നമ്മുടെ മുമ്പിൽ ഒരു ക്രൈറ്റീരിയ അല്ല. ക്രൈറ്റീരിയ ആരാണോ അർഹൻ, ആ അർഹന് വികസനവും പുരോഗതിയും ആനുകൂല്യവും എത്തിച്ചു കൊടുക്കുന്നവരായി നിങ്ങൾ മാറുക. ഈ വിനീതന് കൂടി ഇവിടെ ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടേറിയറ്റ് അംഗമായി ഏതാനും നാളുകൾക്ക് മുമ്പ് ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നാമനിർദ്ദേശം ചെയ്ത ഒരു എളിയ സേവകനാണ് ഞാൻ. ഞാൻ പറയുന്നു, കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി രാഷ്ട്രീയം എൻ്റെ മനസ്സിൽ അത് ലീഗ് മാത്രമായിരുന്നു. എൻ്റെ ലക്ഷ്യം ലീഗിൻ്റെ ഉയർച്ച മാത്രമായിരുന്നു. ലീഗിന് എന്തെങ്കിലും വേദനയുണ്ടാകുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ എന്നിൽ നിന്നുണ്ടാകരുത് എന്നതായിരുന്നു എൻ്റെ വ്രതം. ആ വ്രതം ഇനിയുള്ള കാലവും അതിശക്തമായി സ്വീകരിക്കപ്പെടുമ്പോഴും തിരസ്കരിക്കപ്പെടുമ്പോഴും അംഗീകരിക്കപ്പെടുമ്പോഴും അനാദരിക്കപ്പെടുമ്പോഴും ഈ പാർട്ടിയാണ് വലുത്. ഈ പാർട്ടി ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ ഇതല്ലാത്ത വേറൊരു മാർഗമില്ലെന്ന ഉറച്ച യക്കീനോടു കൂടിയാണ് ഈ പച്ചക്കൊടി ഞാൻ ഏറ്റെടുത്തത്. ആ പച്ചക്കൊടിക്ക്
വേണ്ടി ഇനിയും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ചടങ്ങുകളിലേക്ക് കടക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. നന്ദി. ജയ് ഹിന്ദ്. ഇനി ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ആദരണീയനായ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി, ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ചാപ്പകുത്തി ഒതുക്കാൻ കഴിയുമോ എന്ന് നമ്മുടെ എതിരാളികൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ഷാജി, ഒന്നുറപ്പുണ്ട്. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഒരാളെ നോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മലയാളക്കര അയാളെ ഹൃദയത്തോട് ചേർക്കും എന്നാണ്. അതുകൊണ്ട് ഷാജി മലയാളക്കരയുടെ ഹൃദയത്തിലേക്കുള്ള ഒരു പറിച്ചുനാട്ടത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട ഷാജിയെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു.